അവരോട് വലിയൊരു പണ്ഡിതൻ പറഞ്ഞ ഒരു വാക്കാണ്, ഖാലലി അബൂബക്കർ ബിൻ ഷഫഖ് ബിതർസൂസ്. ഞാൻ തൊർസൂസിലായിരിക്കുമ്പോൾ, തൊർസൂസ് പേർഷ്യയുടെ അങ്ങ് മേലെ അറ്റമാണ്. തൊർസൂസിൽ ഞാൻ നിൽക്കുമ്പോഴേ അബൂബക്കർ ബിൻ ഷഫഖ്, ഇബ്നു ഷഫഖ് എന്ന് പറയും, അബൂബക്കർ ബിൻ ഷഫഖ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ, അദ്ദേഹം ഒരു മഹാനോട് പറയുന്ന വാക്കാണ്. അബുൽ ഖൈർ എന്ന് പറയുന്ന മറ്റൊരു മഹാപണ്ഡിതൻ, അബുൽ ഖൈർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആര് പറയാണ്? അല്ലാമ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ്. അബുൽ ഖൈർ പറഞ്ഞതിൽ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊന്ന് എന്താണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദഖറ അന്നഹു ലഖിയ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം. ഈസാ നബി അദ്ദേഹം കണ്ടുപോലും. അതിപ്പോ എങ്ങനെ കാണാം? ഈസാ നബി വരാൻ സമയമായിട്ടില്ലല്ലോ. ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ മുമ്പ് ഡമസ്കസിൽ ഇറങ്ങുന്നു. യൻസിലു അലൽ മനാറത്തിൽ ബൈളാ ശർഖിയ ദിമഷ്ക് എന്ന് മഹാസുബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളിൽ നിന്ന് കേട്ടതാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസുബ്നു ഔസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം തബറാനി മുഅ്ജമുൽ കബീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. യൻസിലു അലൽ മനാറത്തിൽ, സിറിയയുടെ തലസ്ഥാനമായ ഡമസ്കസ്, ഇന്ന് നിലവിലുള്ള മഹാനഗരം, ആ ഡമസ്കസിന്റെ കിഴക്ക് ഭാഗത്തുള്ള, ഈസ്റ്റ് ഭാഗത്തുള്ള ഒരു മസ്ജിദിന്റെ 2 മുനാരങ്ങളിലൂടെ ഈസാ നബിയെ കണ്ടു എന്നും അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കേട്ടപ്പോ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ലെന്ന് മഹാനായ അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി വലിയൊരു മഹാനോട് സംസാരിക്കാൻ. ആ സംഭവമാണ് മഹാനായ അല്ലാമ യാഫിഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അവരുടെ കിതാബിൽ ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അസ്അദുൽ യാഫിഈ റൗദുർ റയാഹീനിൽ. നമ്മുടെ ചർച്ചയിലേക്ക് വരാം. റയാഹീനിലെ ഒരു ഉദ്ധരണി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പ്രയാസമില്ല. ഹാഫ് യുക്തിവാദി ഹാഫ് മുസ്ലിമായിരിക്കും. അവൻ ഇത് ആരോട് പറഞ്ഞു എന്ന സദസ് അയാൾ കാണുന്ന പോലുമില്ല. അപ്പൊ അയാളുടെ കണ്ണിൽ ഇത് മായാവി കഥയാണ്. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ന് ആർക്കും എന്തും എഡിറ്റ് ചെയ്തിട്ടും അല്ലാതെയും വിടാൻ പറ്റുന്ന കാലമാണ്. നമ്മുടെ ഈമാനും നമ്മുടെ അഖീദയും കറാമാത്തുൽ ഔലിയാഇ ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ കറാമത്തുകൾ സത്യസന്ധമാണ്, അതിൽ ഒരു സംശയവുമില്ല. മഹാനായ അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി അലൈഹി ഈസാ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ സംശയം തോന്നി. അബൂബക്കർ നബി അലൈഹിസ്സലാമിനെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോ സംശയം തോന്നി അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം വലിയൊരു ശൈഖിനോട് ചെന്ന് പറയാ, അബുൽ ഖൈർ എന്ന് പറഞ്ഞ നല്ല മനുഷ്യനാ, പക്ഷെ എനിക്കൊരു കാര്യം മൂപ്പര് പറഞ്ഞത് ശരിയായിട്ടില്ല. അങ്ങനെ പലപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞാൻ എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന ആൾക്കാരാണെങ്കിലും ചിലപ്പോൾ വേറെ ആശയങ്ങളൊക്കെ ഉള്ള ആളുകൾ എത്രയോ ഉണ്ട്, എനിക്കറിയാം. അപ്പൊ അവര് പറയും, സംഗതി ആള് പറയണൊക്കെ ശരി തന്നെ, പക്ഷെ ഈ പറഞ്ഞത് ഞാൻ അംഗീകരിക്കൂല. ആയിക്കോട്ടെ, ആ ഒന്നല്ല അംഗീകരിക്കാത്തുള്ളൂ, ബാക്കിയൊക്കെ അംഗീകരിക്കാൻ പറ്റുമല്ലോ. ആ ഒന്ന് ഉസ്താദിന് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. മുപ്പർക്ക് മനസ്സിലായിട്ടില്ല എന്ന് വിചാരിക്കാൻ കേട്ടോ നല്ലത് ഉസ്താദിന് തിരിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കലായിരിക്കും. അപ്പൊ പിന്നെ അതാണ് എളുപ്പം. എന്നാലും സാരമില്ല. അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മുത്തഖിയായ വലിയൊരു ആബിദായ മഹാനാണ്. അങ്ങനത്തെ ഒരാൾ ഞാൻ ഈസ നബിയെ കണ്ടു, അല്ലെങ്കിൽ ഞാൻ ഖിദ്ർ അലൈഹിസ്സലാമിനെ കണ്ടു എന്നൊരാൾ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഖിദ്ർ നബിയെ ചിലപ്പോൾ കാണാൻ പറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. ഈസാ നബിനെ കണ്ടു എന്നോ? അപ്പൊ എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഷഫഖ്, അബൂബക്കർ ഇബ്നു ഷഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ഈ മഹാൻ, ചരിത്രത്തിൽ ഇമാം യാഫിഈ തങ്ങൾ ഉദ്ധരിക്കുന്ന ആ മഹാൻ പറയാണ്, ഞാൻ അബുൽ ഖൈർ എന്നവർ പറഞ്ഞതിന് സമാനമായ ഒരു ചരിത്രം പറഞ്ഞു തരാം, ഒരു സംഭവം പറഞ്ഞു തരാം, ഒരു തെളിവ്. സമിഅ്തു മുഹമ്മദ് ഇബ്നു ഹാമിദ് വഖദ് ദകറ ഖൗല റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് മഹാനായ അല്ലാമ മുഹമ്മദ് ഇബ്നു ഹാമിദ് എന്നവർ ഉദ്ധരിച്ചെനിക്ക് ചർച്ച ചെയ്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് നബി തങ്ങളുടെ ഹദീസ്? കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ അന അവ്വലുഹും വഈസാ ആഖിറുഹും. കൈഫ അഖാഫു അലാ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനെ സംബന്ധിച്ച് എന്തിനാണ് ഞാൻ പേടിക്കേണ്ടത്? അന അവ്വലുഹും, ഞാൻ അവരിലെ ആദ്യത്തെ ആളും, വഈസാ ആഖിറുഹും, ഈസാ നബി അലൈഹിസ്സലാം അവരിലെ അവസാനത്തെ ആളുമാണെങ്കിൽ പിന്നെ എന്തിന് ഒരു ഉമ്മത്ത്? ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത്, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവ്വൽ ആരാണ്? മുഹമ്മദ് നബി തങ്ങളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അവസാനം വരുന്നത് ആരാ? ഈസാ നബി അലൈഹിസ്സലാം. ആദ്യം നബിയും അവസാനം ഈസാ നബിയും വരുന്ന ഒരു ഉമ്മത്ത്, ആ ഉമ്മത്തിന് എന്ത് പ്രയാസം വരാനാണ്? അവർ എന്ത് പ്രയാസം വന്നാലും അതിനെ അവർ അതിജയിക്കും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മള്
ആശ്വസിക്കേണ്ട ഒരു ഹദീഥാണ്. എന്തൊക്കെ രാഷ്ട്രീയമായ ചലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നാലും, എന്തൊക്കെ തരത്തിൽ നമുക്ക് നിരാശപ്പെടുത്തുന്ന വാർത്തകൾ, പേടിപ്പെടുത്തുന്നത് ഇബ്ലീസിന്റെ പണിയാണത്. പേടിപ്പിക്കുക, വെറുതെ പേടിപ്പിക്കുക. മുമ്പ് കാലങ്ങളിലൊക്കെ കലാപങ്ങളും അല്ലെങ്കിൽ അതിക്രമങ്ങളുമൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട്, അതാരും അറിയില്ല. ഇന്ന് പക്ഷേ ഒരു കോർണറിൽ നടന്നാൽ അത് വലിയ ചർച്ചയാണ്, എല്ലാവരുടെ മുമ്പിലേക്ക് ഇത് എത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഭീതി വരും. പുണ്യനബി നിങ്ങൾ പറയാ, ഞാൻ ആദ്യവും ആ വരവിലാണ് എല്ലാവരും കാണാം, സാധാരണക്കാരും അല്ലാത്തവരൊക്കെ കാണുന്നത് ആ മൂന്നാമത്തെ വരവിലാണ്. അതിന്റെ മുമ്പ് രംഗരമായ സങ്കടം തോന്നി. പടച്ചോനെ, ഒരു മഹാനൊരു കാര്യം പറഞ്ഞിട്ട് ഞാനത് ശരിയല്ല എന്ന് എനിക്ക് തോന്നിപ്പോയല്ലോ, അങ്ങനെ ഉണ്ടാവോ എന്ന് ഞാൻ ചിന്തിച്ചു പോയില്ലേ. ആരെ പറ്റിയാ ചിന്തിച്ചത്? അബുൽ ഖൈർ എന്ന മഹാനെ സംബന്ധിച്ച്. മൂപ്പര് ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞു. അത് സാധാരണ നമ്മളാ ഇനിയിപ്പോ ഈ വേള ഞാനും കേൾക്കുകയാണെങ്കിൽ അവരും പറയും, ഇതാ പുതിയ കഥ വന്നു കേട്ടോ, ഉദവിത പറയുന്നു ഈസാ നബി ഇറങ്ങിയിട്ടുണ്ട് എന്ന്. അപ്പൊ മുഴുവൻ കേട്ടിട്ട് പറഞ്ഞാൽ മതി, അതെ ആദ്യം പറഞ്ഞു തരുന്നത്. 3 തവണ ഇറങ്ങുമെന്ന് മഹാന്മാർ വിശദീകരിക്കുകയാണ്. അഹ്മദ് ബിൻ ഹാമിദ് എന്നവരാണ് ഈ ഹദീസിനെ ശറഹ് ചെയ്തത്. 3 തവണ വരുന്നുണ്ട്. ആദ്യത്തെ 2 വരവുകൾ ഔലിയാഇനും സ്വാലിഹീങ്ങൾക്കുമാണ്. 3-ാമത്തെ വരവാണ് ബൈത്തുൽ മുഖദ്ദസിൽ താമസമാക്കുന്ന വരവ്, ഡമസ്കസിൽ ഇറങ്ങുന്ന വരവ്. ആ വരവ് മഹ്ദി ഇമാമിന്റെ വരവിന്റെ ശേഷമാണ്. അപ്പോഴായിരിക്കും ബാക്കിയുള്ളവരൊക്കെ അറിയാം. അല്ലാത്തവർ മഹാനവറുകളെ കണ്ടുപോയി കാണും എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനവറുകളുടെ ഒരു അവതരണം കഴിഞ്ഞു. 2-ാമത്തേത് സംഭവിച്ചോ നമുക്കറിയില്ല. സ്വാലിഹീങ്ങൾക്ക് മാത്രമുള്ള അവതരണം കഴിഞ്ഞോ എന്നറിയില്ല. അബുൽ ഖൈർ എന്നവർ സ്വാലിഹിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ് അബുൽ ഖൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഇതങ്ങ് പറഞ്ഞപ്പോഴേക്കും സംശയമുണ്ടായ മഹാന് ഭയങ്കര വിഷമായി. പടച്ചോനെ, മോശമായില്ലേ, ഞാൻ മൂപ്പരെ പറ്റി അത് ശരിയായില്ല എന്നല്ലേ ഈ പറഞ്ഞത്. ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണക്കാരോട് സൂചിപ്പിക്കുകയാണ്, ഒന്നുമില്ല, ഇൽമും അറിവൊന്നും നമ്മൾ ഉസ്താദ്മാരുടെ അടുത്ത് ഇരുന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അറിവുള്ള ആളുകൾ അവരുടെ ഉദ്ധരണികൾ ആര് പറഞ്ഞു, എവിടെ പറഞ്ഞു, എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ക്രിട്ടിസൈസ് ചെയ്യാതെ സ്വീകരിക്കലേ നമ്മുടെ മുമ്പിൽ നിർവാഹമുള്ളൂ. നമുക്കതിൻ്റെ നിജസ്ഥിതിയെ തിരുത്തി പറയാൻ യോഗ്യതയില്ലെങ്കിൽ പിന്നെ അത് പറയാൻ നിൽക്കരുത്. പല ആളുകളും അങ്ങനെ ക്ലിപ്പുണ്ടാക്കി വിടല്, അവർക്ക് ആരെങ്കിലും സബ്സ്ക്രൈബേഴ്സിന് കിട്ടലായിരിക്കും വലിയ ആവശ്യം. അതിൽ പല പണ്ഡിതന്മാരെയും മിക്കിട്ട് കയറും. ഞാൻ പറയുന്നുണ്ട്, ഒരു ഈജിപ്തിലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. മഹാനായ മുത്തവല്ലി ഷഅറാവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം അള്ളാഹുവിൻ്റെ വലിയൊരു ആബിദായ അഹ്ലുസുന്നയുടെ ആലിമും വലിയ ഖുർആൻ പണ്ഡിതനുമാണ് മഹാനായ ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പോൾ അടുത്ത കാലത്ത് 2000 മരിച്ചുപോയത്. വലിയ ആലിമാണ്. മഹാനവറുകളുടെ ദർസുകള് TV-യിൽ ഇപ്പോഴും വരും. ദുബൈ, അബുദാബി റേഡിയോകളിൽ എപ്പോഴും രാവിലെ ഒരു അരമണിക്കൂർ ഉണ്ടാവും. ഷെയ്ഖ് മുത്തവല്ലി ഷഅറാവിയുടെ ഖവാത്തിർ എന്ന് പറഞ്ഞ പരിപാടി, തഫ്സീറുണ്ട്, അദ്ദേഹത്തിന്റെ തഫ്സീറുണ്ട്. അതിന്റെ ഓഡിയോ ഇപ്പോഴും റേഡിയോകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ഗൾഫിലൊക്കെ ഭയങ്കരമായൊരു സാത്വികനായ ആലിമ. ആ പണ്ഡിതനെ ഒരു ചെറുപ്പക്കാരൻ നിരൂപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആ ചെറുപ്പക്കാരൻ ഒരൽപ്പം സലഫിസം തലയിൽ കയറിയതാണ്. എന്നിട്ട് എന്താ നിരൂപിക്കുന്നത്? ആയിരക്കണക്കിന് ഇൽമുകൾ സമൂഹത്തിന് പറഞ്ഞുകൊടുത്ത അല്ലാമ മുത്തവല്ലി ഷഅറാവി തങ്ങൾ മഹാനവറുകൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ ഖബറിന്റെ മുകളിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ വിശ്വസിക്കുന്നില്ല, അത് ശരിയല്ല, മൂപ്പർക്ക് തെറ്റുപറ്റിയതാണ്. ഞാൻ ചോദിക്കാം, പൊന്നാര ചങ്ങായി, നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് വിചാരിച്ചാൽ തീരൂല ഈ വിഷയം? ഇത്ര വലിയൊരു ആലിം ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴേ നിനക്ക് തെറ്റുപറ്റിയതാണെന്ന് ചിന്തിച്ചാൽ പോരെ ഇവിടെ? അപ്പൊ എന്താ പറയണത്? അത് മുത്തവല്ലി ഷഅറാവിക്ക് തെറ്റുപറ്റിയതാണ്, മൂപ്പർക്ക് ആ പറഞ്ഞത് തെറ്റുപറ്റിയതാണ്, ബാക്കിയൊക്കെ ശരിയാണ്. ഇതാണ് കാലഘട്ടം. ആ ബോധം തെറ്റുപറ്റിയത് തനിക്കാണ് എന്ന് ചിന്തിക്കാൻ കഴിയാത്തൊരു കാലമാണ്. നിരൂപണങ്ങൾ വഴിവിട്ടു പോകുന്ന കാലമാണ്. അപ്പൊ അതിൽ നല്ലതും തെറ്റും നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സജ്ജനങ്ങളായ ആളുകളുടെ, സ്വാലിഹീങ്ങളുടെ അനുഭവങ്ങളെ നിഷേധിക്കാൻ പാടില്ല. അത് ഖുർആനും ഹദീസായത് കൊണ്ടല്ല. നിഷേധിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ നീ പിന്നെ വിശ്വസിക്കാതിരുന്നോ, പക്ഷെ നിഷേധിക്കരുത്. അത് തെറ്റാണെന്നോ അത് ഇല്ലെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ആധികാരികമായ സംഭവങ്ങളെ തീർച്ചയായും. അപ്പോ ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ ഷഫഖ് ബഹുമാനപ്പെട്ടവര് പറയാണ്, എനിക്ക് ഭയങ്കര നാണം തോന്നി. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുതിരയും എടുത്ത് തർസൂസിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഒരു കുതിരയെ ഒരുക്കി അദ്ദേഹം വന്നു നിൽക്കുന്നു. അപ്പൊ ചോദിച്ചു, അബൂബക്കർ ബിൻ ഷഫഖ് എവിടേക്കാ പോകുന്നത്? പറഞ്ഞു, ഞാൻ പോകുന്നത് അബുൽ ഖൈർ തങ്ങളെ കാണാൻ വേണ്ടി പോവാ. അല്ലാ, 1 മാസത്തെ യാത്രയുണ്ട് അദ്ദേഹത്തെ കാണാൻ.
അപ്പോ എന്തിനു പോകുന്നു? ഒന്നുമില്ല, ഞാൻ അദ്ദേഹത്തോടൊന്ന് പൊരുത്തപ്പെടിക്കട്ടെ. എന്താ പൊരുത്തപ്പെടിക്കാനുള്ളത്? ഈസാ നബി അലൈഹിസ്സലാമുമായി അദ്ദേഹം കണ്ടുമുട്ടി എന്ന് പറയുന്ന വാർത്ത ശരിയല്ല എന്ന് തെറ്റിദ്ധരിച്ചത് ആ മഹാനോട് പോയി പൊരുത്തപ്പെടിക്കാനാണ്. നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അന്ന് ചെറിയ പ്രയാസം ഉണ്ടായിരുന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, പൊരുത്തപ്പെട്ടു തരണം എന്ന് പറയാനായി പോകുന്നത്. അപ്പോ ഈ മഹാൻ പറഞ്ഞു, നിങ്ങളിപ്പോ പോണോ? ഇജ്ലിസ് ഇലൽ ഗദ്, നാളെ പോയാ പോരെ, ഇപ്പൊ തന്നെ പോന്നോ, നേരം വെളുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇന്നി അഖാഫു വല്ലാഹിൽ മൗത്ത്, നാളെ നേരം വെളുക്കുമ്പോഴേക്കും ഞാനങ്ങ് മരിച്ചുപോയാൽ അബുൽ ഖൈർ തങ്ങളോട് ചെന്ന് പൊരുത്തപ്പെടിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ മരിച്ചുപോയാലോ, അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തന്നെ പുറപ്പെടുകയാണ്. അദ്ദേഹം രാത്രിക്ക് രാത്രി പുറപ്പെട്ടു. 1 മാസത്തെ ദൈർഘ്യമുണ്ട് യാത്ര ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മിനിമം 1500 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോഴേ 1 മാസത്തെ ദൈർഘ്യം വരിക. 1500 കിലോമീറ്റർ യാത്ര ചെയ്യണം. അബുൽ ഖൈർ തങ്ങളെ കണ്ടു, എന്നിട്ട് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ഈ മഹാന്റെ അടുത്ത് വന്നിട്ട് അബുൽ ഖൈർ എന്നവരെ കണ്ടുമുട്ടിയ കഥ പറയാണ് അബൂബക്കർ ഇബ്നു ശഫഖ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താ പറഞ്ഞെന്നറിയോ? മഹാനവറുകളെ, അബുൽ ഖൈർ തങ്ങളെ ഞാൻ കാണാൻ പോയത് ഈസാ നബിനെ കണ്ടു എന്ന് പറഞ്ഞ കാര്യം അതിലെ എന്റെ പിഴവ് തിരുത്താനാണ്. അതിലും വലിയ അത്ഭുതത്തോടുകൂടിയാണ് ഞാൻ ഇപ്പൊ തിരിച്ചു വരുന്നത്. എന്തിച്ചു? അതെന്തേന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അസ്ര നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ കയറിയതാ. അപ്പൊ ഞാനും ബാക്ക് നിസ്കരിച്ചു. മിഹ്റാബിൽ തന്നെ മഹാനായ അബുൽ ഖൈർ തങ്ങൾ ഇരുന്നു. ഞാൻ ഏതോ നാട്ടുകാരനാണ്, ഞാൻ അവിടെ ഇരുന്നു, നിസ്കാരം കഴിയാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ പള്ളിയുടെ വാതിലിക്കൽ ഞാൻ വന്നു നിന്നു. മഹാനവറുകൾ പുറപ്പെടുമ്പോ അദ്ദേഹത്തോട് പൊരുത്തപ്പെടിക്കാൻ ഞാൻ വാതിൽക്ക് നിൽക്കുമ്പോ എന്നെ കണ്ടപ്പോഴേ, ഈസാ നബിയെ കണ്ടു എന്ന് പറഞ്ഞ ഈ മഹാൻ അബുൽ ഖൈർ തങ്ങൾ എന്നെ കണ്ടപ്പോഴേ എന്റെ പേര് വിളിച്ചു, യാ അബൂബക്കർ ഇർജി ഫഖദ് ജഅൽനാക ഫീ ഹിൽ, നിങ്ങൾ തിരിച്ചു പോയിക്കോളി അബൂബക്കർ, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, ഞാൻ എന്റെ വിഷയം പറഞ്ഞിട്ട് പോലുമില്ല, എന്റെ കൽബിലേക്ക് നോക്കിയിട്ട് അബുൽ ഖൈർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പൊരുത്തപ്പെടിക്കാൻ വന്നതല്ലേ, ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ട് പോയിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു അത്ഭുതം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എന്ന് അബുൽ ഖൈർ തങ്ങളെ സംബന്ധിച്ച് മഹാനായ അബൂബക്കർ ഇബ്നു ശഫഖ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഇത് പറയുന്നത് സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തുകളാണ്, സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില മഹാ അത്ഭുതങ്ങളാണ്. അള്ളാഹു സജ്ജനങ്ങളുടെ ജീവിതം, അവരുടെ മാർഗം, അവരുടെ തർബിയത്ത്, അവരിൽ നിന്ന് ലഭിക്കേണ്ട തസ്കിയത്ത്, അതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞാൽ, നമ്മളിൽ നന്മയുണ്ടെങ്കിൽ നന്മയുള്ള ഒരു നല്ല മനുഷ്യനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കും.